അങ്ങനെ നമ്മൾ വാരണാസി എത്തി. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പതുക്കെ പുറത്തേക്ക് ഇറങ്ങി. വാരണാസിയിലെ ആദ്യത്തെ പ്രഭാതം. സൂര്യനൊക്കെ ഉദിച്ചു. നല്ല തണുപ്പുണ്ട് കേട്ടോ. ഈ തണുപ്പ് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. 2 വർഷം മുൻപ് ഇതേ സമയത്ത് ഞാൻ വാരണാസി വന്നിരുന്നു. അന്ന് നല്ല ചൂടായിരുന്നു. റെയിൽവേ സ്റ്റേഷൻ പരിസരം നല്ല തിരക്ക്. റിക്ഷക്കാരുടെയും ടാക്സിക്കാരുടെയും ഓട്ടോക്കാരുടെയും അങ്ങനെ അങ്ങനെ. ഞാൻ പതിയെ തിരിച്ചു കയറി റെയിൽവേ സ്റ്റേഷന്റെ പുറകിലെ ഗേറ്റ് വഴി പുറത്തേക്ക് ഇറങ്ങി. ഇവിടെ ഒരു ചെറിയ അമ്പലമൊക്കെ ഉണ്ട് കേട്ടോ. ഹനുമാൻ ക്ഷേത്രമാണെന്ന് കണ്ടിട്ട് തോന്നുന്നു. ഇവിടെ തിരക്ക് കുറവാണ്. ഞാൻ പിന്നെ ഊബറിന്റെ ബൈക്ക് ടാക്സി നേരത്തെ ബുക്ക് ചെയ്ത ഹോസ്റ്റലിലേക്ക്. അങ്ങനെ നമ്മുടെ സ്കൂട്ടർ വാരണാസിയുടെ ഇടുങ്ങിയ വഴികളിലൂടെ മുന്നോട്ട് നീങ്ങി തുടങ്ങി. സമയം ഏകദേശം 8 മണിയൊക്കെ ആയിട്ടോ. പക്ഷേ കടകൾ അധികമൊന്നും ഓപ്പൺ ആയിട്ടില്ല. മാർക്കറ്റൊക്കെ സജീവമാകുന്നതേ ഉള്ളൂ. വാരണാസിയിൽ വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. അതേ ഇടുങ്ങിയ വഴികളും ട്രാഫിക് റൂൾസ് എന്താണെന്ന് പോലും അറിയാത്ത ഡ്രൈവർമാരും നീട്ടിയുള്ള ഹോൺ ശബ്ദവും. അങ്ങനെ ഹോസ്റ്റലെത്തി ഒന്ന് ഫ്രഷായി കുറച്ചു നേരം റെസ്റ്റ് എടുത്തു. ഉച്ച കഴിഞ്ഞ് റൂമിൽ നിന്നിറങ്ങി പതുക്കെ നടന്ന് ദശാശ്വമേധ ഘാട്ടിലെത്തി. ആരതി നടത്തുന്നതിന് വേണ്ട വിളക്കുകളൊക്കെ ഒരുക്കി വെച്ചിരിക്കുന്നു. ആരതി നടക്കുവാൻ ഇനിയും ഒരുപാട് സമയമുണ്ട്. നമുക്ക് ഗംഗയുടെ തീരത്തുകൂടി പതുക്കെ നടക്കാം. ഈ ചായ വിൽക്കുന്ന ആളെ കണ്ടോ? ഇതുപോലെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ ഇവിടെ. ലെമൺ ടീയും തുളസി ടീയുമാണ് ഇവർ വിൽക്കുന്നത്. ഒരു ഗ്ലാസ്സിൽ കട്ടൻ ചായ ഒഴിച്ച് അതിലേക്ക് കുറച്ച് ലെമൺ പിഴിഞ്ഞ് ആവശ്യത്തിന് മധുരവും ഒരു നുള്ള് ബ്ലാക്ക് സോൾട്ടും ഇട്ട് തരും. ചായയിൽ ഉപ്പോ എന്നൊക്കെ തോന്നിയാലും സംഭവം അടിപൊളിയാണ് കേട്ടോ. 10 രൂപയാണ് ഒരു ചായയുടെ വില. അതുപോലെ തന്നെ ഈ ഗംഗയുടെ തീരത്ത് എവിടെ ചെന്നാലും നമുക്ക് ഇതുപോലെ പല വേഷങ്ങൾ കെട്ടിയ ഒരുപാട് കുട്ടികളെ കാണാൻ കഴിയും. ഒരു തളികയിൽ കളഭവും കുങ്കുമവും കലക്കിയതുമായി ഇവർ നമ്മുടെ അടുത്തേക്ക് വരും. നമ്മൾ സമ്മതിക്കുകയാണെങ്കിൽ കളഭം നെറ്റിയിൽ തേച്ചിട്ട് കുങ്കുമം കൊണ്ട് നടുക്കൊരു പൊട്ടിട്ട് തരും. നമ്മൾ ആ തളികയിൽ കാശിട്ട് കൊടുക്കണം. ചിലരൊക്കെ പൊട്ടും ചിലരൊക്കെ തൃശ്ശൂരവും വരച്ചു തരും കേട്ടോ. ഏതൊക്കെയോ നാട്ടിൽ നിന്നെത്തിയിട്ടുള്ള എത്രയധികം മനുഷ്യരാണല്ലേ ഗംഗയുടെ തീരത്ത്. ഈ കിടക്കുന്ന ബോട്ടുകളിലെല്ലാം വൈകിട്ട് ആരതിയുടെ സമയമാകുമ്പോഴേക്കും ആളുകൾ വന്നു നിറയും. ഞാൻ അവിടെയും ഇവിടെയും ഒക്കെ ഇരുന്നും പതിയെ നടന്നുമൊക്കെ ആൾക്കൂട്ടത്തിൽ ഒരാളായി. അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ. തണുപ്പുള്ളുണ്ട് വെയിൽ കൊള്ളുമ്പോൾ നല്ല സുഖം. നാട്ടിലെ കൊടും ചൂടിൽ നിന്ന് ഈ തണുപ്പിലേക്ക് വന്നപ്പോഴുള്ള സുഖമുണ്ടല്ലോ, ആഹാ. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു തൊപ്പിയോ ജാക്കറ്റോ പോലും ഞാൻ എടുത്തിട്ടില്ല എന്നതാണ്. തൽക്കാലം വെയിൽ കൊള്ളുക എന്നത് മാത്രമാണ് തണുപ്പ് മാറാനുള്ള വഴി. അങ്ങനെ ഗംഗയുടെ തീരത്തുകൂടി ഞാൻ പിന്നെയും നടന്നു. എത്തിയത് ഹരിചന്ദ്ര ഘാട്ടിൽ. വാരണാസിയിൽ മൃതദേഹങ്ങൾ ദഹിപ്പിക്കുന്ന 2 ഘാട്ടുകളിൽ ഒന്നാണ് ഹരിചന്ദ്ര ഘാട്ട്. നീ ആരാ വലിയ ഹരിചന്ദ്രനോ, നീ ഒരു വലിയ ഹരിചന്ദ്രൻ എന്നൊക്കെ ആൾക്കാർ ഉപയോഗിക്കുന്നത് നമ്മൾ കേട്ടിട്ടില്ലേ? അതേ ഹരിചന്ദ്ര രാജാവിന്റെ നെയ്മാണോ ഈ ഘാട്ടിനും കൊടുത്തിട്ടുള്ളത്. ഒരു ലേഡി നിന്ന് അടിച്ചു വൃത്തിയാക്കുന്നത് കണ്ടോ? അവിടുന്ന് കനലെടുത്ത് അത് തീയാക്കിയാണ് കേട്ടോ ഇവിടെ വരുന്ന എല്ലാ മൃതദേഹങ്ങളും കത്തിക്കുന്നത്. ആ ഫയർ പ്ലേസ് വളരെ പവിത്രമായാണ് ഇവർ കണ്ടുവരുന്നത്. അവിടുത്തെ കനൽ കെട്ടുപോകാതിരിക്കാൻ എപ്പോഴും ഇവർ ശ്രദ്ധിക്കും. തീ അധികമാകുമ്പോൾ വിറകെടുത്തു മാറ്റി കുറച്ച് വെള്ളം നനച്ച് പിന്നെയും പുതിയ വിറകെടുക്കും. അപ്പോൾ ബാക്കിയുള്ള കനൽ എരിഞ്ഞു തുടങ്ങും. വാരണാസിയിലെ ഏറ്റവും പഴക്കമുള്ള ഘാട്ടുകളിൽ ഒന്നായ ഈ ഘാട്ട് ആദി മണികർണിക എന്നും അറിയപ്പെടുന്നുണ്ട്. മണികർണിക ഘാട്ടിനേക്കാൾ വളരെ ചെറുതാണ് ഹരിചന്ദ്ര ഘാട്ട്. ഹിന്ദു മിത്തോളജിക്കൽ കിങ്ങായ ഹരിചന്ദ്രന്റെ പേരിലാണ് ഈ ഘാട്ട് അറിയപ്പെടുന്നത്. അദ്ദേഹം ഇവിടെ വർക്ക് ചെയ്തിരുന്നു എന്നും അതുകൊണ്ട് പ്രീതിപ്പെട്ട ദൈവം അദ്ദേഹത്തിന്റെ നഷ്ടപ്പെട്ടു പോയ രാജ്യവും മരിച്ചുപോയ മകനെയും തിരികെ കൊടുത്തു എന്നാണ് വിശ്വാസം. മൃതദേഹത്തിൽ നിന്ന് മാലയും മറ്റും വലിച്ചെടുത്തു കൊണ്ടുപോകുന്ന ആടുകളെയും കോഴികളെയും പട്ടികളെയും എല്ലാം നമുക്കിവിടെ കാണാം. മരിച്ചതിന് ശേഷം വാരണാസിയിൽ ദഹിപ്പിച്ചാൽ മോക്ഷം കിട്ടും എന്നാണ് വിശ്വാസം. കുറേ നേരം അവിടെ ചിലവഴിച്ചതിന് ശേഷം തിരിച്ച് ദശാശ്വമേധ ഘാട്ടിലേക്ക് നടന്നു. സന്ധ്യ ആയി തുടങ്ങി. കുറച്ചുകൂടി കഴിഞ്ഞാൽ ഗംഗാ ആരതി തുടങ്ങും. അതിനു മുമ്പ് എത്തണം. ഞാൻ എത്തിയപ്പോഴേക്കും ആരതി തുടങ്ങിക്കഴിഞ്ഞു. വാരണാസിയിൽ ഈവനിങ് ആരതി നടക്കുന്ന ഘാട്ടുകളിൽ ഒന്നാണ് ദശാശ്വമേധ ഘാട്ട്. സന്ധ്യയാകുന്നതോടെ ഗംഗയുടെ തീരത്തെ ആളുകളെല്ലാം ആരതി കാണുന്നതിനായി ഇവിടെ എത്തിച്ചേരും. ബ്രഹ്മാവ് ശിവനെ സ്വീകരിക്കുന്നതിനായി പണി കഴിപ്പിച്ചതാണെന്നും ബ്രഹ്മാവ് ഇവിടെ 10 അശ്വമേധ യാഗങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നും വിശ്വസിക്കപ്പെടുന്നു. കുറച്ച് പൂജാരിമാർ ചേർന്ന് ഭജൻ പാടിക്കൊണ്ട് അതിന്റെ താളത്തിൽ ദീപം കൊണ്ടും ധൂപം കൊണ്ടും നടത്തുന്ന ഈ ആരതി വളരെ മനോഹരമാണ്. കഴിഞ്ഞ തവണത്തെ വാരണാസി യാത്രയിലെ എൻ്റെ എല്ലാ ദിവസവും അവസാനിക്കുന്നത് ഈ ആരതി കണ്ടുകൊണ്ടായിരുന്നു. അങ്ങനെ ആരതിയൊക്കെ കഴിഞ്ഞു ആളുകൾ പിരിഞ്ഞു പോകാൻ തുടങ്ങി. ഞാനും പതിയെ തിരിച്ചു. ഇത് കണ്ടോ, ഇതാണ് വാരണാസിയിലെ റോഡുകളിലെ തിരക്ക്. 2 സൈഡും നിറയെ കച്ചവടക്കാരാണ്. അതൊക്കെ കണ്ട് പതുക്കെ തിരിച്ചു റൂമിലേക്ക്.